ഓക്കെ ഗൈസ്, അടുത്തൊരു സോണിൽ എന്ത് സംഭവിക്കാം? തേർഡ് ആയിട്ട് നടക്കാൻ പോകുന്ന റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ള ഹോൾഡ് ദ സോൺ. സോണിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലുള്ള എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് കൺട്രോൾ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ലെഫ്റ്റിൽ നിന്നുള്ള പ്രൈസ് ആക്ഷൻ തന്നെ റീഡ് ചെയ്ത് വരാം. പ്രൈസ് താഴേക്ക് വരികയാണ്. എങ്ങോട്ടാണ് വരുന്നത്? ഒരു ഡിമാൻഡ് സോണിലോട്ട്, അല്ലെ? ഡിമാൻഡ് സോണിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാവൽ ചെയ്തെത്തുന്നു, നമ്മളൊരു ബ്രേക്ക് ഓഫ് സെഷൻ ഉണ്ടാക്കി, പ്രൈസ് ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നടന്ന ബൈ നമുക്ക് പിന്നെ ചിന്തിക്കാം. പക്ഷെ നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്കവിടെ ആരായിരിക്കും കൺട്രോൾ? ആക്ച്വലി സപ്ലൈ സോൺ ആയിരിക്കും. കാരണം എന്തുകൊണ്ട്? നമ്മളിവിടെ സ്ട്രക്ചർ ലോസ് ബ്രേക്ക് ചെയ്ത് വരികയാണ്, അല്ലേ? ഒബിയസ്ലി സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ സ്ട്രക്ചർ ലോസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രൈസ് ഈ ഡിമാൻഡ് സോണിന്റെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ആരുടെ കൺട്രോളാണ്? സപ്ലൈ സോണിന്റെ കൺട്രോളാണ്. പക്ഷെ അവിടെ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് അവിടെ നിന്ന് ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്തു. എവിടെ നിന്നാണ് ബൈ ഓർഡർ ഫിൽ ചെയ്തത്? കറക്റ്റ് നമ്മുടെ ഡിമാൻഡിൽ. അപ്പൊ അതായത് ആര് കൺട്രോൾ എടുത്തു? ഡിമാൻഡ് കൺട്രോൾ എടുത്തു. ഡിമാൻഡ് കൺട്രോൾ എടുത്തിട്ട് എവിടെ വന്നു? ആദ്യം ആ സപ്ലൈയിലോട്ട് പ്രൈസ് എത്തി. ഓക്കെ, നമ്മൾ പഠിച്ച പോലെ തന്നെ സപ്ലൈയിൽ എന്തൊക്കെ സംഭവിക്കാം? പ്രൈസ് വേണമെങ്കിൽ ഇവിടെ റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യായിരുന്നു? വീണ്ടും കൺട്രോൾ എടുക്കായിരുന്നു, പ്രൈസിന് താഴോട്ട് പോകുമായിരുന്നു. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചുള്ള ഫ്ലിപ്പ് സോൺ, പ്രൈസിനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബ്രേക്കും ചെയ്യായിരുന്നു, അല്ലെ? എന്നാൽ നമുക്ക് ഇവിടെ ഫ്ലിപ്പ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് സോൺ കിട്ടിയാണ്. പക്ഷെ പ്രൈസ് ഇവിടെ രണ്ടും ചെയ്തില്ല. പ്രൈസ് എന്തെങ്കിലും കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത്, അല്ലെ? ഞാൻ പറഞ്ഞ ആ രണ്ട് സിനാരിയോ നടന്നാലും സപ്പോസ് നമുക്ക് ഇവിടെ ഫ്ലിപ്പ് കിട്ടിയാൽ പോലും ഇവിടെ ആരാണ് കൺട്രോൾ എടുക്കുക? ഡിമാൻഡ് കൺട്രോൾ എടുക്കുകയാണ്, സപ്ലൈ മാർക്കറ്റിൽ നിന്ന് കളഞ്ഞിട്ട്, അല്ലെ? സോ ഇതിന് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മളൊരു ഡിമാൻഡിൽ വന്നിട്ടാണ് ഡിമാൻഡ് കൺട്രോൾ എടുത്തത്, അല്ലെ? പ്രൈസ് ഡിമാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് സൈഡിലുള്ള സോണിനെ ബ്രേക്ക് ചെയ്തു, കൺട്രോൾ മാറ്റി, അല്ലെ? ഇതിന് നമ്മൾ ചേഞ്ച് ഓഫ് കാറ്റർ എന്നും വിളിക്കും. ഈ ഒരു സിനാരിയോ ഇങ്ങനെ നമ്മുടെ എൻട്രി ടൈം ഫ്രെയിമിൽ നടക്കുമ്പോൾ. പക്ഷെ നമ്മൾ ആ ചേഞ്ച് ഓഫ് കാറ്ററിന്റെ എക്സാമ്പിളോട് തന്നെ പഠിക്കാം. പക്ഷെ ആ ചേഞ്ച് ഓഫ് കാറ്ററിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നത്. സോണിന്റെ ചേഞ്ച് ഓഫ് കാറ്റേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ നമ്മൾ ആര് കൺട്രോൾ എടുത്തെന്ന് പറയും? ഡിമാൻഡ് കൺട്രോൾ എടുത്തെന്ന് പറയും. അതുപോലെ തന്നെ സപ്ലൈ കൺട്രോൾ എടുക്കുന്ന സിനാരിയോയിൽ നിങ്ങൾക്ക് ഈ സ്കീമാറ്റിക് കാണാം. ഇപ്പൊ മുകളിൽ നമുക്കൊരു സപ്ലൈ സോൺ ഉണ്ട്, പ്രൈസ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഓബിയസ്ലി ഹയർ പ്രൈസസിനാണ് വിൽക്കേണ്ടത്. അപ്പോൾ മുകളിലോട്ട് വരണമെങ്കിൽ എന്തായാലും എന്ത് തന്നെ വേണം? ബൈ ഓർഡേഴ്സ് തന്നെ ഇടണം. ഡിമാൻഡ് തന്നെ കൺട്രോൾ കൊണ്ടുവന്നേ പറ്റും മാർക്കറ്റിന്, അല്ലേ? അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇവിടെ ലാസ്റ്റ് ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. അതായിരുന്നു ഇവിടെ നടന്ന ആ ബൈ ഓർഡേഴ്സിന്റെ എല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഡിമാൻഡ്. പക്ഷെ എന്തെത്തി? സപ്ലൈ എത്തിയപ്പോൾ സപ്ലൈ കൺട്രോൾ എടുത്തു, അല്ലെ? സപ്ലൈ കൺട്രോൾ എടുത്തുകൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? താഴോട്ട് ഇടിയാൻ തുടങ്ങിയത്. ഈ ഡിമാൻഡ് എത്തിയിട്ട് പ്രൈസിന് എന്തൊക്കെ ചെയ്യായിരുന്നു? ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു, അല്ലെ? ഡിമാൻഡിന്റെ സൈക്കിള്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യായിരുന്നു. അപ്പൊ നമുക്കിവിടെ ഫ്ലിപ്പ് ചെയ്ത സപ്ലൈ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ടും ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത്? പ്രൈസ് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സപ്ലൈ എന്ത് ചെയ്ത്? ഫുൾ കൺട്രോൾ സപ്ലൈ എടുത്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സോൺ കിട്ടുമായിരിക്കും, കൺട്രോൾ എടുത്ത സോൺ കാണും, അല്ലെ? ഓക്കെ, ആ സോണിലായിരിക്കും നമ്മൾ മാക്സിമം എൻട്രീസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. എൻട്രീസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇതാണ് ഒരു റിയാക്ഷൻ ടൈപ്പ്, സോണിൽ നടക്കാവുന്ന വേറൊരു റിയാക്ഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 റിയാക്ഷൻസും നിങ്ങളെ മൈൻഡിൽ വേണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഇങ്ങനെ നടക്കാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. ഓക്കെ, സോ ഒരു റൂൾ വേസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ പോകും. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ സോണിൽ നടക്കാമെന്നുള്ള റിയാക്ഷൻസിന്റെ റൂള്. ഓക്കെ, സോ മൂന്നാമത്തെ റൂൾ എന്താണ് പറയുന്നത്? ഹോൾഡ് ദ സോൺ. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് യൂറോ യു എസ് ഡിയുടെ ഡെയിലി ചാർട്ടാണ്. ഡെയിലിയുടെ ഒരു സപ്ലൈ ആണ് മുകളിലുള്ളത്. നമുക്ക് അതിക്ക് മാത്രം എടുത്താലും മതി. ഡെയിലിയുടെ സപ്ലൈയിലോട്ട് എന്ത് ചെയ്യണം? പ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഓബിയസ്ലി നമ്മൾ 4 അവേഴ്സിൽ പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇവിടെ കാണാൻ കഴിയുക? സ്ട്രക്ചറിന്റെ രീതിക്ക് നമ്മൾ കാണാൻ കഴിയുക പ്രൈസ് മുകളിലോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവ് ഇരിക്കുമ്പോൾ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇരിക്കുമ്പം ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം 4 മണിക്കൂർ മിക്കവാറും സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചതാണ്. 4 മണിക്കൂർ ഡിമാൻഡ് ആയിരിക്കും കൺട്രോൾ എവിടെയോ, അല്ലേ? നമുക്കറിയാം. പക്ഷെ ഡെയിലിയിലെ കഥ എന്താണ്? ബെയറിഷ് ആണ്, പ്രൈസ് മിക്കവാറും താഴോട്ട് ഇറങ്ങുന്നുള്ള കാര്യമാണ് ഡെയിലി പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഓൾറെഡി ഈ പറഞ്ഞ റിയാക്ഷൻസിൽ എന്തെങ്കിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? 4 മണിക്കൂറിന്റെ സോണിൽ പ്രതീക്ഷിക്കാൻ പറ്റും ഡിമാൻഡ് സോൺ, അല്ലേ? നമുക്കറിയാം എന്തായാലും സെല്ലേഴ്സ് കൺട്രോൾ എടുത്ത് പ്രൈസിൽ താഴോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതലെന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഒരു റിയാക്ഷൻ നമുക്ക് താഴെ കാണാൻ കഴിയുമെന്ന് നോക്കാം. നമുക്ക് എന്താ നേരെ നമുക്ക് പോവാം 4 അവേഴ്സ്. ഓക്കെ, 4 അവർ ടൈം ഫ്രെയിം പോവാം. ഓക്കെ,
4 അവർ വരുമ്പോൾ നമുക്ക് കാണാം പ്രൈസ് എന്താണ് ഇവിടെ ബുള്ളിഷ് ആയിട്ടാണ് പ്രൈസ് പോകുന്നത് അല്ലേ. പ്രൈസ് ഇവിടെ ഡിമാൻഡ് ഉണ്ടാക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, ഡിമാൻഡ് ഉണ്ടാക്കുന്നു, മിറ്റിഗേറ്റ് ചെയ്തു, ഇവിടെ ഡിമാൻഡ് ഉണ്ടാക്കി, മിറ്റിഗേറ്റ് ചെയ്തു, ഇപ്പൊ പ്രൈസ് ഒരു ബ്രേക്ക് സെഷൻ ഉണ്ടാക്കി അടുത്ത ഡിമാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. പക്ഷേ ഇവിടെ ഇപ്പൊ ആരാണ് കൺട്രോൾ എടുക്കാൻ തുടങ്ങിയത്? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സപ്ലൈ ഓൾറെഡി ഡിമാൻഡിന്റെ എന്താ പറയാ ആ ഡെയിലി ആയിട്ടുള്ള സപ്ലൈ ഓൾറെഡി ഇവിടെ കൺട്രോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അല്ലേ, നമുക്ക് റിയാക്ഷൻസ് കാണാം. സോ ഇപ്പൊ ഈ പോയിന്റ് ഓഫ് ടൈം സപ്ലൈ ആണ് കൺട്രോൾ ഉള്ളത് അല്ലേ. സപ്ലൈ എവിടെ വരും നോക്കി എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. പ്രൈസ് ഒക്കെ താട്ടിറങ്ങിയാണ്. ഓക്കെ, നമ്മളെത്തി എവിടെ? നമ്മളെത്തി ആ ഡിമാൻഡ് സോണിലെത്തി. ഇനി എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഡിമാൻഡിൽ വന്ന് റിയാക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ആര് കൺട്രോൾ എടുത്തിപ്പം? ഇപ്പൊ ഇവിടെ കൺട്രോൾ എടുത്ത ആള് ഡിമാൻഡാണ് അല്ലെ. സപ്ലൈന്ന് വന്നു, സപ്ലൈന്ന് ഇറങ്ങി നേരെ ഡിമാൻഡ് എത്തി, ഡിമാൻഡ് കൺട്രോൾ എടുത്തു. എങ്ങനെ മനസ്സിലാക്കിയ ഡിമാൻഡ് കൺട്രോൾ എടുത്തു എന്നുള്ള കാര്യം? ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് കാണാം ബുള്ളിഷ് ആയിട്ടുള്ള കാൻഡിൽസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കറക്റ്റ് ഡിമാൻഡ് വന്നിട്ടാണ് ഓർഡേഴ്സ് ഫിൽ ആവുന്നത്. നമ്മൾ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? ഈ ഈ ഒരു ടൈം ഫ്രെയിം ഇരിക്കുന്ന നമ്മൾ എക്സ്പെക്ടേഷൻ മിക്കവാറും നമ്മൾ മുകളിൽ പോയി ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം വലിയ ടൈം ഫ്രെയിം ബെയറിഷ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് സോൺ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിനായിരിക്കും ഇമ്പോർട്ടൻസ് അല്ലേ. സോ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കാം. ഓക്കെ, പ്രൈസ് ഇപ്പോഴും കുത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഇനീഷ്യൽ ആയിട്ടുള്ള റിയാക്ഷൻ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഏറ്റവും താഴത്തെ വിൽക്കുന്നതായിരിക്കും നമ്മൾ മേടിക്കുക അല്ലേ. സോ ആ റിയാക്ഷൻ പോയിന്റ് മാർക്ക് ചെയ്യാം. അതിന് താഴെ ഇപ്പോൾ ബോഡി ക്ലോസ് ചെയ്യണം നമുക്ക് എന്ത് സോൺ കിട്ടും? എന്ത് കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫ്ലിപ്പ് സോൺ അല്ലേ. ഫ്ലിപ്പ് സോൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഇവരെ പ്രൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? ബോഡി ക്ലോസ്. നമ്മൾ ആക്ച്വൽ സോണും ബ്രേക്ക് ചെയ്തു ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ആ ഇനീഷ്യൽ റിയാക്ഷൻ പോയിന്റും ബ്രേക്ക് ചെയ്തു. സോ ദാറ്റ് വിൽ ഗീവ് us വാട്ട്? നമുക്കൊരു ഫ്ലിപ്പ് സോൺ പ്രൈസ് തരും. ഫ്ലിപ്പ് സോൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ബ്രേക്കിന് കാരണക്കാരനായ ആ സോൺ ആയിരിക്കും ഫ്ലിപ്പ് സോൺ. സോ ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് ആയിട്ടുള്ള സപ്ലൈ സോൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിലെ മിറ്റിഗേഷന് പ്രൈസ് വരുമ്പോൾ പ്രൈസിന് ആ സോണിൽ ടച്ച് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലിപ്പ് സോണിലൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താ പറയുക പഠിക്കുന്നത്. സോ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ സപ്ലൈയിലോട്ട് വന്നു. ഡിമാൻഡ് ആയിരുന്നു കൺട്രോൾ അപ്പോൾ ഉണ്ടായിരുന്നത്. സപ്ലൈ വന്ന് സപ്ലൈ കൺട്രോൾ എടുത്തു. പ്രൈസ് താഴെ എത്തിയിട്ട് ഡിമാൻഡ് കൺട്രോൾ എടുക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു അല്ലേ. നമ്മൾ ആ സോൺ ബ്രേക്ക് ചെയ്തു, ഫ്ലിപ്പ് കിട്ടി. ഈ ഫ്ലിപ്പ് സോൺ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? നമ്മളെ സപ്ലൈ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് തന്നത്. സോ ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ പറയും സപ്ലൈ ആണ് കൺട്രോളിൽ. സോ നമ്മൾ സെൽ എടുക്കാനായിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, സെയിം സിനാരിയോ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബുള്ളിഷ് ആയിട്ടും കിട്ടും, തിരിച്ച് ഇങ്ങനെയും കിട്ടും. സോ നമുക്ക് ജസ്റ്റ് കളർ മാറ്റിയാൽ മതി. സോ ബുള്ളിഷ് സിനാരിയോ സെയിം തിങ്സ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, സോ നമുക്ക് ഇതിനെ സപ്ലൈ ആക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് പറ്റി? സെയിം കാര്യം അല്ലേ. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് വന്നു, മുകളിൽ നമുക്കൊരു സപ്ലൈ ഉണ്ടായിരുന്നു. പ്രൈസ് സപ്ലൈയിലെത്തി, റിയാക്ട് ചെയ്തു. സപ്ലൈ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്ലൈ കൺട്രോൾ എടുത്തു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ആ ഇനീഷ്യൽ റിയാക്ഷൻ മുകളിൽ ബോഡി ക്ലോസ് ചെയ്തപ്പോൾ നമുക്കറിയാം നമ്മൾ ഫ്ലിപ്പ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ. പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ ഡിമാൻഡാണ് കൺട്രോളിലുള്ളത് അല്ലേ. നമ്മൾ ഡിമാൻഡിൽ നിന്നാണ് കയറിയത്. ആ ഡിമാൻഡ് തന്നെയാണ് എന്ത് ചെയ്യണം ഇപ്പോൾ പവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഈ കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിൽ പോവുക, ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഹോൾഡ് ദ സോൺ എന്നുള്ള കാര്യത്തിന്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേറൊരു സിനാരിയും കൂടെ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനാരിയോ ആണ്. സോ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.